ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ മാദറ ഉച്ചിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് മാദറ ഉച്ചിഹ, മാദറ ഉച്ചിഹയുടെ ചില പവേഴ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഉച്ചിഹ വംശത്തിൽ ജനിച്ച ഒരാളാണ് മാദറ. ലീഫ് വില്ലേജ് ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് വിഭാഗം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് സെഞ്ചു ക്ലാനും മറ്റൊന്ന് ഉച്ചിഹ ക്ലാനും. ഈ ഒരു രണ്ട് വംശത്തിലുള്ള ആൾക്കാർ തമ്മിൽ പല കാലങ്ങളായി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാദറയും ഹാഷിറാമയും ചേർന്ന് ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് മനസ്സിലാക്കി ലീഫ് വില്ലേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ആദ്യമായി ടെക്നിക്കലി ഹൊക്കാഗെയായി മാറേണ്ടത് നമ്മുടെ മാദറയാണ്. നമ്മുടെ ഹാഷിറാമ മാദറയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ നിന്റെ ഫാമിലിയും ആരും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ ഹൊക്കാഗെയായി മാറിക്കോ. അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാരെ സ്വന്തം ബ്രദറും സിസ്റ്ററും പോലെയൊക്കെ കണ്ടാൽ മതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹാഷിറാമ പറയുന്നു. എന്നാൽ മാദറയാണെങ്കിൽ ഇതിന് കറക്റ്റായ ഒരു ഉത്തരം പറയുന്നില്ല. എന്നാൽ അതിനിടയിലാണ് നമ്മുടെ ടോബിറാമ വന്ന്, അങ്ങനെ ഒരാളെ പെട്ടെന്ന് പിടിച്ച് ഹൊക്കാഗെയായി മാറ്റേണ്ട, നമുക്കൊരു വോട്ടിംഗ് നടത്താം, അതിൽ ഭൂരിപക്ഷം ആരിക്കാണോ അവരെ തന്നെ ഹൊക്കാഗെ ആക്കാമെന്ന് നമ്മുടെ ഹാഷിറാമ പറയുന്നു. അങ്ങനെ ഭൂരിപക്ഷം നമ്മുടെ ഹാഷിറാമക്ക് കിട്ടുകയും ഹാഷിറാമ ആദ്യത്തെ കൊനഹ വില്ലേജിന്റെ ഹൊക്കാഗെയായി മാറുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ടോബിറാമ വന്നില്ലെങ്കിൽ ആദ്യത്തെ ഹൊക്കാഗെ നമ്മുടെ മാദറയാണ് ആകേണ്ടത്. ഇൻ കേസ് മാദറ ഹൊക്കാഗെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേക്ക്. അങ്ങനെ ആദ്യമായി ഹാഷിറാമ ഹൊക്കാഗെ ആയതിനു ശേഷം നമ്മുടെ മാദറയാണെങ്കിൽ ലീഫ് വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷമാണ് താൻ പതിയെ ഒരു വില്ലനായി മാറുന്നത്, അല്ലെങ്കിൽ ഈവിളായി മാറുന്നത്. അതുപോലെ നമ്മുടെ മാദറയ്ക്ക് 10 നാച്ചുറൽ ഫോംസ് യൂസ് ചെയ്യാൻ സാധിക്കും. നോർമൽ നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അതുകൂടാതെ ഇങ് യാങ് സ്റ്റോൺ വുഡ്സ് ഒക്കെ ചേർത്താണ് 10 എണ്ണം എന്ന് പറഞ്ഞത്. കൂടാതെ കെക്കെ ഗംഗായി തന്നെ 5 എണ്ണം ഉണ്ട്. അതായത് നമ്മൾ ഷെറിംഗൺ, മാങ്കിക്യൂ ഷെറിംഗൺ, എറ്റേണൽ മാങ്കിക്യൂ ഷെറിംഗൺ, കൂടാതെ റെനിഗണും. ഈ ഒരു റെനിഗണെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന നിലയിൽ ആദ്യമായി റെനിഗൺ ആക്ടിവേറ്റ് ചെയ്തത് നമ്മുടെ മാദറയാണ്. അതുകൂടാതെ സ്റ്റോം റിലീസ്, വുഡ് റിലീസ്, അങ്ങനെ തുടർന്ന് ഓരോ പവേഴ്സ് ഇങ്ങനെ പോകും. അതുപോലെ മൂന്നാമത്തെ കണ്ണായിട്ടുള്ള റിനി ഷെറിഗണും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മാദറ റിനിഗൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ ഈ ഒരു റിനിഗൺ മാദറ ഒറ്റയ്ക്കല്ല ആക്ടിവേറ്റ് ചെയ്തത്, അതിന് ഹാഷിറാമയുടെ സെല്ല് ആവശ്യമായി വന്നു. അങ്ങനെ മാദറ ഈ ഒരു റിനിഗൺ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ അത് നമ്മുടെ നാഗട്ടോക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് നാഗട്ടോ മരിച്ചതിന് ശേഷമാണ് മാദറ പിന്നെയും തന്റെ റിനിഗൺ എടുക്കുന്നത്. ഒരു വലിയ പ്രോസസ്സാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോയുടെ ഫേവറേറ്റ് ജുട്സു ആയിട്ടുള്ള ഷാഡോ ക്ലോൺ ജുട്സു വെച്ച് നമ്മുടെ മാദറയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മാദറയുടെ ഷെറിംഗൺ വെച്ച് അതിലേതാണ് ഒറിജിനൽ നറൂട്ടോ എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റുള്ള ഷിനോബീസ് പോലും ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞത്. ഈ ഒരു ഷാഡോ ക്ലോൺസ് മാത്രമല്ല, വുഡ് ക്ലോൺസ് എടുത്തു നോക്കിയാലും കറക്റ്റായി നമ്മുടെ മാദറയ്ക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ നമ്മുടെ മാദറ 3 പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. അതിലാദ്യം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഹാഷിറാമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാദറ മരിക്കുന്നു. എന്നാൽ മാദറയാണെങ്കിൽ ഇസിനാക്കി വെച്ച് തിരിച്ചു വരികയും 120 വർഷം ജീവിക്കുകയും ചെയ്തു. എങ്ങനെ ഇത്രയും നാളും ജീവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡീമണിക് സ്റ്റാച്ചു ഓഫ് ദ ഔട്ടർ പാത്ത് വെച്ചാണ്. അതായത് നമ്മുടെ ടെൻറ്റെയിലിനെ വെച്ച്. അതായത് നമ്മുടെ ഒരു വയസ്സായിട്ടുള്ള മാദറയെ നോക്കിക്കഴിഞ്ഞാൽ ചില ട്യൂബും പൈപ്സും ഒക്കെ കണക്ട് ചെയ്താണ് വയസ്സായിട്ട് പോലും ഇത്രയും നാളും ജീവിച്ചിരുന്നത്. അതിനുശേഷം മാദറയുടെ അടുത്ത സക്സസറിനെ കണ്ടെത്തി അതിനുശേഷമാണ് നമ്മുടെ മാദറ മരിക്കുന്നത്. പിന്നീട് നമ്മൾ ലാസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു വാറിന്റെ ടൈമിൽ മാദറ പിന്നെയും വരികയും അവസാനം മരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 3 പ്രാവശ്യമാണ് മാദറ മരിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മാദറയെ പറ്റി പറയുമ്പോൾ ഹാഷിറാമയെ പറ്റി പറയാതെ പോകാൻ കഴിയില്ല. മാദറ എത്രയൊക്കെ ഓവർ പവർഡ് ആണെങ്കിലും ഇതുവരെ നമ്മുടെ ഹാഷിറാമയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ ആ ഒരു 2 പേരുടെയും ബോണ്ട് അടിപൊളിയായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ നറൂട്ടോയും സാസുകയും എങ്ങനെയാണോ അതിന്റെ ഒരു വേറെ ലെവലാണെന്ന് ഇവർ 2 പേരെയും നമുക്ക് പറയാം. നമ്മുടെ മാദറയും ഹാഷിറാമയുടെയും ചെറുപ്പത്തിൽ 2 പേരും പരസ്പരം കണ്ടുമുട്ടുകയും ഇവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവർക്കാണെങ്കിൽ ഇവർ പരസ്പരം വെറുക്കുന്ന ശത്രുവിന്റെ വംശത്തിലുള്ള ആൾക്കാരാണെന്ന് ഇവർ പിന്നീടാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അവസാനം നമ്മുടെ മാദറ ഉച്ചിഹ വംശത്തിലുള്ള ആളാണെന്നും ഹാഷിറാമ സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാരാണെന്നും മനസ്സിലാക്കി ഇവരുടെ ഉള്ളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ മാദറ ഡിഫീറ്റ് ആകുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ടോബിരാമ മാദറയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഹാഷിറാമ മാദറയെ മരിക്കാൻ സമ്മതിക്കാതെ 2 പേരും ചേർന്നാണ് ഈ ഒരു കൊനഹ വില്ലേജ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു വില്ലേജിന് ആദ്യമായിട്ട് കൊനഹ വില്ലേജ് എന്ന് പേരിട്ടത് നമ്മുടെ മാദറ ഉച്ചിഹ തന്നെയാണ്. അതുപോലെ നമ്മുടെ നൈൻറ്റെയിൽ ബീസ്റ്റിനെ, അതായത് കുറാമയെ ക്യാപ്ചർ ചെയ്ത് തന്റെ ഷെറിംഗൺ വെച്ച് കൺട്രോൾ ചെയ്ത് ആ ഒരു കുറാമയെ വെച്ച് നമ്മുടെ ഹാഷിറാമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും വെറും കുറാമയെ വെച്ച് മാത്രമല്ല, കുറാമയുടെ മുകളിൽ തന്റെ സുസനയും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവസാനം ആ ഒരു വാറിന്റെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഓവർ പവർഡ് ആയിട്ടുള്ള ഈ ഒരു മാദറ എന്ന ക്യാരക്ടറിനെ ബ്ലാക്ക് സെറ്റ്സു ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചു തന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ ഒരൊറ്റയടിക്ക് ഇല്ലാതാക്കിയത് പല ആൾക്കാർക്കും അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇൻ കേസ് നമ്മുടെ ഹാഷിറാമയാണ് മാദറ ഡിഫീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം. എന്നാൽ നമ്മുടെ കിഷിമോട്ടോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ മാദറയെ ഇങ്ങനെ ഓവർ പവേർഡ് ആയി കാണിക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ എങ്ങനെ ഡിഫീറ്റ് ആക്കണം എന്നൊരു ഐഡിയ കിഷിമോട്ടോക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ അവസാനം കാഗുയയും കൊണ്ടുവരേണ്ടത് കൊണ്ടാണ് ബ്ലഡ് സെറ്റ്സ് തന്നെ മാദറയെ ഡിഫീറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ കാണിച്ചത്. അതുപോലെ ഇത്രയും ഓവർ പവേർഡ് ആയതും കൂടാതെ സീരീസിന്റെ തുടക്കം തൊട്ട് ഇത്രയധികം ഹൈപ്പ് കൊടുത്ത ഒരു വില്ലൻ ക്യാരക്ടർ വേറെ ഇല്ലാന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ആദ്യമൊക്കെ മാദറ എന്ന് പറഞ്ഞ് വളരെയധികം ഹൈപ്പ് കൊടുത്തു. അതിനുശേഷം ടോബി അതായത് ഒബീറ്റോ വന്നതിന് ശേഷം പുള്ളിക്കാരനാണ് മാദറ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ റീആനിമേഷൻ ആയിട്ട് വരുന്ന മാദറ, അതിനുശേഷമുള്ള ഫൈറ്റ്സ്, പിന്നീട് ആ ഒരു വാറ് മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ മാദറ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരൻ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു വില്ലനാണെന്ന്. ഇതിൽ കൂടുതൽ ഞാൻ മാദറയെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി എല്ലാവർക്കും മാദറയെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. പിന്നീട് കുറിച്ച് അറിയാത്ത ചില ഫാക്ട്സും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ഞാൻ ഉൾപ്പെടുത്തിയത്. ഇത് മാദറയെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. പുള്ളിക്കാരനെ പറ്റി മുഴുവനായും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്നും ഒരിക്കലും മതിയാകില്ല. ഇതുപോലെ തന്നെ നറൂട്ടോ സീരീസിലെ പല ക്യാരക്ടേഴ്സിന്റെയും വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഏത് ക്യാരക്ടറിന്റെ വീഡിയോ വേണമെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.